ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് 5 മണിക്കാണ് കേട്ടോ എണീറ്റത് വെളുപ്പിനെ. അപ്പോൾ ഗീതമ്മയ്ക്ക് തൊഴിലുറപ്പിന് പോകേണ്ടത് കൊണ്ട് തന്നെ ഗീതമ്മ 3:30 ആയപ്പോൾ എണീറ്റ് ചോറൊക്കെ വെച്ച് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ എണീറ്റ് ബാക്കി ചെയ്താൽ മതിയല്ലോ. അങ്ങനെ നോക്കിയപ്പം നമ്മുടെ പത്രവും ബാലരമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പമാണ് കേട്ടോ. അപ്പവും കിഴങ്ങറിയാണ്. അപ്പോൾ അപ്പത്തിൻ്റെ മാവൊക്കെ ഞാനൊന്ന് സെറ്റ് ചെയ്ത് വെച്ചു. ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ തേങ്ങയുടെ പാൽ കേടുവന്ന, ഒരുപാട് കേടില്ല, നമുക്ക് എന്നാലും യൂസ് ചെയ്യാൻ പറ്റാത്ത തേങ്ങയുടെ പാലൊക്കെ എടുത്ത് അതൊന്ന് തിരിങ്ങി അരച്ച് പിഴിഞ്ഞ് അതിൻ്റെ പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒന്ന് ഉരുക്കിയെടുക്കുകയാണ് അടുപ്പിൽ. ആ കൂട്ടത്തിൽ ഞാൻ അപ്പവും കൂടി ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈയിടെയായിട്ട് തുടങ്ങിയൊരു ശീലമാണ് ചിയാ സീഡ്സിൻ്റെ വാട്ടർ കുടിക്കുക എന്നുള്ളത്. പിന്നെ അതിനുശേഷം ഗീതമ്മ റെഡിയായിട്ട് വന്നു. ഗീതമ്മ അപ്പം സോഫ്റ്റായോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇനിയിപ്പം ഗീതമ്മയുടെ എല്ലാം പാക്ക് ചെയ്ത് വെക്കണം. അപ്പോഴത്തേക്ക് ഗീതമ്മ പോയി കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ചെയ്യാം. അങ്ങനെ ഗീതമ്മയൊക്കെ കൊണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ചു വന്നു കേട്ടോ. കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിച്ചിട്ടാണ് വന്നത്, പാലും ഒക്കെ. അത് വരുന്ന വഴിക്ക് വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. നേരത്തെ കുറച്ച് ജോലിയൊക്കെ തീർത്തിട്ട് ഇന്ന് ആദിശ്രീയുടെ സ്കൂളിലെ ആനുവൽ ഡേ സെലിബ്രേഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം. ഉച്ചയ്ക്ക് ശേഷമാണ്. അപ്പോൾ ഒരു 1 o'clock ആകുമ്പോഴത്തേക്കും പോകണം. അതിന് മുന്നേ ദേവശ്രീ ഒരു പ്രോഗ്രാമിനുണ്ട്, ഗ്രൂപ്പ് സോങ്ങിനുണ്ട് ഇംഗ്ലീഷ്. അപ്പോൾ ദേവശ്രീയെ നേരത്തെ കൊണ്ടാക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഒരു 11 മണിയാകുമ്പോഴെങ്കിലും ദേവശ്രീയെ കൊണ്ടാക്കണം. അതിന് ശേഷം ഞങ്ങൾ പോകുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചക്കലത്തേക്ക് അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിയലിൻ്റെ പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് അവിയലും പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറിയും പിന്നെ നിതീഷേനുള്ള ഫുഡും റെഡിയാക്കിയാൽ മതി. നമ്മുടെ എണ്ണ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എണ്ണ അങ്ങനെ ഉരുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും എണ്ണ കിട്ടിയേ, അത്രയും ഉരുക്കിയപ്പം അങ്ങനെ നിതീഷേൻ്റെ എല്ലാം പാക്ക് ചെയ്തു. നിതീഷേട്ടൻ പോവുകയാണ് കേട്ടോ ക്ലാസ്സിന്. ഇനിയിപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് പോയി. ഇന്ന് സ്വാന്തനം സീരിയലിലെ ലക്ഷ രാജും അതുപോലെ തന്നെ ഋഷിരാജ് സിംഗും സാറുമാണ് ഇന്ന് നമ്മുടെ ആനുവൽ ഡേ സെലിബ്രേഷൻ ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിനുശേഷം പ്രസംഗം ഒക്കെ ഉണ്ടായിരുന്നു. സ്വാഗത പ്രസംഗവും പിന്നെ ലക്ഷ്യരാജിന് നല്ലൊരു അടിപൊളിയൊരു ആക്ട്രസ്സാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെതും ഒക്കെ ആയിട്ടുള്ള പ്രസംഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികളുടെ കലാപരിപാടികൾ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം തന്നെ ആയതുകൊണ്ട് രാത്രിയായി സംഭവമൊക്കെ ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ സ്കൂളിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ. അതൊക്കെ രാത്രിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതിന് ശേഷം പിന്നെ കുട്ടികൾ ലക്ഷ്യരാജിൻ്റെ ഒരു ഡാൻസ് പെർഫോമൻസ് ഫസ്റ്റ് തന്നെ ആ സമയത്ത് തന്നെ പ്രിപ്പയർ ചെയ്തതാണ്. അങ്ങനെ അവർ നന്നായിട്ട് ഡാൻസ് ചെയ്തു കേട്ടോ. അതിനുശേഷം കുട്ടികളുടെ ഓരോ കലാപരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റായിരുന്നു ദേവശ്രീയുടെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ള് കാണേണ്ടി വന്നിരുന്നു. ദേവശ്രീയുടെ ഏറ്റവും ലാസ്റ്റായിരുന്നു പ്രോഗ്രാം. അപ്പോൾ പിന്നെ ഇതെല്ലാം കാണേണ്ട അവസ്ഥയായിരുന്നു നമുക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പം 9 o'clock ആയി. 8:30 വരെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. 9 o'clock ആകുമ്പോഴത്തേക്കാണ് നമ്മൾ വീട്ടിലെത്തിയത്. ഒരു 1/2 മണിക്കൂർ ട്രാവൽ ചെയ്യേണ്ട ദൂരമേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ളത് കേട്ടോ, 2 വീലറിലാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഇത് ഞാൻ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. ഇത്രയും പേര്, നല്ല സദസ്സ് ഫുള്ള് നിറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. ഓരോ തീം ബേസായിട്ടായിരുന്നു പെർഫോമൻസസ്. ക്ലാസിക്കൽ ഡാൻസ്, പിന്നെ യോഗ, ഗ്രൂപ്പ് ഡാൻസ്, പിന്നെ ഏതെങ്കിലും ഒരു കലാരൂപത്തിൻ്റെ അങ്ങനെ എല്ലാം പല പല വെറൈറ്റീസ് ഓഫ് സബ്ജക്റ്റുകൾ നമ്മുടെ പ്രതിപാദിക്കുന്ന രീതിയിലായിരുന്നു. തീമൊക്കെ വേറെ ആയിരുന്നു. അപ്പോൾ എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഒരു വയലിനിസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ സ്കൂളിൽ നിന്ന്. ആ മോൻ്റെ ഒരു ചെറിയൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. പിന്നെ നല്ല പ്രോഗ്രാംസ് ആയിരുന്നു കേട്ടോ. എല്ലാം നല്ല പ്രോഗ്രാംസസ് ആയിരുന്നു. ഇതൊക്കെ സീനിയർ ബോയ്സിൻ്റെ ഡാൻസസ് ആണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ദേവശ്രീയുടെ ഗ്രൂപ്പ് സോങ്ങിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് 9 മണിയായി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ലവ് യു ഓൾ.